ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള നവോത്ഥാനത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 100 ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാലോ, റിനൈസൻസ് എന്ന് പറഞ്ഞുള്ള ടോപ്പിക്കിൽ ഒരുപാട് ഫാക്ട്സുകളും പോയിൻറ്റ്സുകളും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതിലത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു 100 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം വേറൊരു 100 ക്വസ്റ്റ്യൻസും കൂടി ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ക്ലാസ് കണ്ടു നോക്കുക. ക്ലാസ്സിലേക്ക് കിടക്കാം. ഞാനൊരു പുതിയ ലോകം കണ്ടു എന്ന കൃതിയുടെ രചയിതാവാരാണ്? AK ഗോപാലനാണ് കേട്ടോ. ഞാനൊരു പുതിയ ലോകം കണ്ടു എന്ന കൃതിയുടെ രചയിതാവാരാണ്? AK ഗോപാലൻ. ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ മലബാറിലെ സെക്രട്ടറി ആരായിരുന്നു? KP കേശവമേനോനാണ്. ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ മലബാറിലെ സെക്രട്ടറിയാണ് കേട്ടോ KP കേശവമേനോൻ. 1952 AK ഗോപാലൻ ലോക്സഭാംഗമായിട്ടുള്ള മണ്ഡലം ഏതാണ്? കാസർഗോഡാണ്. നോക്കാം. നമുക്ക് ക്ഷേത്രങ്ങൾക്ക് തീ കൊളുത്താം എന്ന് പറഞ്ഞ സാമൂഹിക പരിഷ്കർത്താവാരാണ്? VT ഭട്ടതിരിപ്പാടാണ്. KPCC രൂപീകരിച്ച ഏത് വർഷമാണ്? 1921 KPCC രൂപീകരിച്ചത്. പാലിയം സത്യാഗ്രഹത്തിൻ്റെ രക്തസാക്ഷി ആരായിരുന്നു? KG വേലായുധൻ. ഓർത്തു വയ്ക്കുക, പാലിയം സത്യാഗ്രഹത്തിൻ്റെ രക്തസാക്ഷി KG വേലായുധൻ. നെക്സ്റ്റ് നോക്കാം. 1941 കാസർഗോഡ് ജില്ലയിൽ നടന്ന കർഷക തൊഴിലാളി സമരം ഏതാണ്? കയ്യൂർ സമരമാണ്. കാസർഗോഡ് ജില്ലയിൽ നടന്ന കർഷക തൊഴിലാളി സമരം ഏതാണ്? കയ്യൂർ സമരം. 1921 രൂപീകരിച്ച KPCCയുടെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? K മാധവൻ നായർ. ഓർത്തു വയ്ക്കുക, 1921 രൂപീകരിച്ച KPCCയുടെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? K മാധവൻ നായർ. 1952 K കേളപ്പൻ ലോക്സഭാംഗമായിട്ടുള്ള മണ്ഡലം ഏതാണ്? പൊന്നാനിയാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. 1952 K കേളപ്പൻ ലോക്സഭാംഗമായിട്ടുള്ള മണ്ഡലം ഏതാണ്? പൊന്നാനി. നോക്കാം. ഒന്നാമത്തെ കോൺഗ്രസ്സുകാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നേതാവ് ആരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ് കേട്ടോ. ഒന്നാമത്തെ കോൺഗ്രസ്സുകാരൻ ബാരിസ്റ്റർ GP പിള്ള. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകരിക്കുന്നതിന് നേതൃത്വം കൊടുത്തത് ആരാണ്? VR കൃഷ്ണഎഴുത്തച്ഛൻ. പാലിയം സത്യാഗ്രഹം നടന്നത് ഏത് വർഷമാണ്? 1947. പാലിയം സത്യാഗ്രഹം 1947. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തതാരാണ്? R സുകുമാരൻ. നെക്സ്റ്റ് നോക്കാം. AK ഗോപാലൻ, ചന്ദ്രോത്ത് കുഞ്ഞിരാമൻ നായർ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പട്ടിണി ജാഥയിൽ പങ്കെടുത്ത അംഗങ്ങൾ എത്രയാണ്? 32 ആണ് കേട്ടോ. ഓർത്തു വയ്ക്കുക, പട്ടിണി ജാഥയിൽ പങ്കെടുത്ത അംഗങ്ങൾ എത്രയാണ്? 32. കൊച്ചിയിൽ ഒരു ഉത്തരവാദ ഭരണം സ്ഥാപിക്കുന്നതിന് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകരിച്ച ഏത് വർഷമാണ്? 1941. നെക്സ്റ്റ് നോക്കാം. 1942 നടന്ന കീഴരിയൂർ ബോംബ് കേസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭമാണ് കേട്ടോ. 1942 നടന്ന കീഴരിയൂർ ബോംബ് കേസ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. 1936 ഇലക്ട്രിസിറ്റി സമരം നടന്ന നഗരം ഏതാണ്? തൃശ്ശൂരാണ് കേട്ടോ. ഇലക്ട്രിസിറ്റി സമരം നടന്ന നഗരം ഏതാണ്? തൃശ്ശൂർ. AK ഗോപാലൻ പട്നി ജാഥ നയിച്ചത് എവിടെ നിന്ന് എവിടെ വരെ ആയിരുന്നു? കണ്ണൂർ തൊട്ട് മദ്രാസ് വരെ. ഓർത്തു വയ്ക്കുക. ഇനി കേരളത്തിലെ ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? പയ്യന്നൂരാണ്. കേരളത്തിലെ ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? പയ്യന്നൂർ. തിരുവിതാംകൂർ ചേരമാർ മഹാസഭ രൂപീകരിച്ച ആരാണ്? പാമ്പാടി ജോൺ ജോസഫാണ് തിരുവിതാംകൂർ ചേരമാർ മഹാസഭ രൂപീകരിച്ചത്. കൊച്ചിയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? പനമ്പള്ളി ഗോവിന്ദമേനോനാണ് കേട്ടോ. കൊച്ചിയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? പനമ്പള്ളി ഗോവിന്ദമേനോൻ. അടുത്ത് നോക്കാം. തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചതെന്നാണ്? 1949 ജൂലൈ 1. ഓർത്തു വയ്ക്കുക, 1949 ജൂലൈ 1. സാധുജന ദൂതൻ എന്ന മാസിക ആരംഭിച്ചത് ആരാണ്? പാമ്പാടി ജോൺ ജോസഫ്. സാധുജന ദൂതൻ എന്ന മാസിക ആരംഭിച്ച ആരാണ്? പാമ്പാടി ജോൺ ജോസഫ്. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന നേതാവ് ആരാണ്? ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. AK ഗോപാലനാണ് പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന നേതാവ്. നെക്സ്റ്റ് നോക്കാം. 1924 നടന്ന വൈക്കം സത്യാഗ്രഹത്തിലെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്ന TK മാധവൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? കാർത്തികപ്പള്ളിയാണ് കേട്ടോ. TK മാധവൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? കാർത്തികപ്പള്ളി. സിംഹള സിംഹം എന്നറിയപ്പെടുന്ന നേതാവ് ആരാണ്? C കേശവനാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. സിംഹള സിംഹം എന്നറിയപ്പെടുന്ന നേതാവ് ആരാണ്? C കേശവൻ. തിരുകൊച്ചി സംസ്ഥാനത്തെ ആദ്യ മുഖ്യമന്ത്രി ആരാണ്? TK നാരായണൻപിള്ളയാണ്. തിരുകൊച്ചി സംസ്ഥാനത്തെ ആദ്യ മുഖ്യമന്ത്രി ആരാണ്? TK നാരായണൻപിള്ള. ശുഭാനന്ദ ഗുരുവിൻ്റെ യഥാർത്ഥ പേരെന്താണ്? പാപ്പൻകുട്ടിയാണ് കേട്ടോ. ശുഭാനന്ദ ഗുരുവിൻ്റെ യഥാർത്ഥ പേരെന്താണ്? പാപ്പൻകുട്ടി. മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ഏത് വർഷമാണ്? 1947 മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. C കേശവൻ്റെ ആത്മകഥ ഏതാണ്? ജീവിത സമരം. ഇമ്പോർട്ടൻ്റ് ആണ്. C കേശവൻ്റെ ആത്മകഥ ഏതാണ്? ജീവിത സമരം. ജനങ്ങളുടെ ആധ്യാത്മിക മോചനത്തിൻ്റെ ആധികാരിക രേഖയായ സ്മൃതി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച് എന്തിനെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തിനെയാണ് കേട്ടോ. ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ് ഒന്ന് നോക്കാം. INCയുടെ ഏത് സമ്മേളനത്തിലാണ് വൈക്കം സത്യാഗ്രഹം നടത്താൻ തീരുമാനിച്ചത്? കാക്കിനട സമ്മേളനം. INCയുടെ ഏത് സമ്മേളനത്തിലാണ് വൈക്കം സത്യാഗ്രഹം നടത്താൻ തീരുമാനിച്ചത്? കാക്കിനട സമ്മേളനം. AKG മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്?
തിരുവനന്തപുരം. AKG മെമ്മോറിയൽ തിരുവനന്തപുരം. പഴശ്ശിരാജ ആർക്കിയോളജിക്കൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കോഴിക്കോടാണ് കേട്ടോ. പഴശ്ശിരാജ ആർക്കിയോളജിക്കൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കോഴിക്കോട്. തിരുവിതാംകൂറിൽ അടിമ വ്യാപാരം നിർത്തലാക്കിയതെന്നാണ്? 1812. കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏതാണ്? 1741 കുളച്ചൽ യുദ്ധം നടന്ന വർഷം. ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്ന നേതാവ് ആരാണ്? C. കൃഷ്ണൻ നായരാണ് ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്ന നേതാവ്. ശ്രീകൃഷ്ണൻ നായർ കേട്ടോ. ഇനി പഴശ്ശി രാജാവിനെ വധിക്കാൻ നിയോഗിക്കപ്പെട്ട ബ്രിട്ടീഷ് ഓഫീസർ ആരാണ്? ആർതർ വെല്ലസ്ലി. ഓർത്തു വയ്ക്കുക, പഴശ്ശി രാജാവിനെ വധിക്കാൻ നിയോഗിക്കപ്പെട്ട ബ്രിട്ടീഷ് ഓഫീസർ ആരാണ്? ആർതർ വെല്ലസ്ലി. മലബാർ സ്പെഷ്യൽ പോലീസ് നിലവിൽ വന്നതെന്നാണ്? 1854 മലബാർ സ്പെഷ്യൽ പോലീസ് നിലവിൽ വന്നത്. ഉപ്പു സത്യാഗ്രഹത്തിന് കേരളത്തിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? K. കേളപ്പനാണ് ഉപ്പു സത്യാഗ്രഹത്തിന് കേരളത്തിൽ നേതൃത്വം കൊടുത്തത്. കുഞ്ഞഹമ്മദ് ഹാജി, സീതക്കോയ തങ്ങൾ, അലി മുസ്ലിയാർ എന്നിവർ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നേതാക്കന്മാരാണ്? മലബാർ കലാപം കേട്ടോ. ഓർത്തു വയ്ക്കുക, മലബാർ കലാപവുമായിട്ടാണ് കുഞ്ഞഹമ്മദ് ഹാജി, സീതക്കോയ തങ്ങൾ, അലി മുസ്ലിയാർ ബന്ധപ്പെട്ടിരിക്കുന്നത്. ഡച്ച് ആധിപത്യം അവസാനിപ്പിച്ച യുദ്ധം ഏതാണ്? കുളച്ചൽ യുദ്ധമാണ്. ഡച്ച് ആധിപത്യം അവസാനിപ്പിച്ച യുദ്ധം ഏതാണ്? കുളച്ചൽ യുദ്ധം. തളിക്ഷേത്രത്തിൽ അയിത്തോചാരണത്തിനെതിരെ പ്രക്ഷോഭം ആരംഭിച്ച നേതാവ് ആരായിരുന്നു? ശ്രീകൃഷ്ണനാണ് കേട്ടോ. തളിക്ഷേത്രത്തിൽ അയിത്തോചാരണത്തിനെതിരെ പ്രക്ഷോഭം ആരംഭിച്ച നേതാവ് ആരായിരുന്നു? ശ്രീകൃഷ്ണൻ. ചാനാർ ലഹള ആരംഭിച്ച ഏത് സ്ഥലത്താണ്? കൽക്കുളത്താണ് ചാനാർ ലഹള ആരംഭിച്ചത്. ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് സ്ഥാപിതമായതെന്നാണ്? 1938 ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് സ്ഥാപിതമായത്. മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തതാരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ്. തിരുചെന്തൂരിലുള്ള അയ്യാവഴി ക്ഷേത്രം ഏതാണ്? അവതാരപതിയാണ് കേട്ടോ. ഓർത്തു വയ്ക്കുക, അവതാരപതിയാണ് തിരുചെന്തൂരിലുള്ള അയ്യാവഴി ക്ഷേത്രം. പണ്ഡിറ്റ് കറുപ്പന് നവരത്നമോതിരം സമ്മാനിച്ച തിരുവിതാംകൂർ രാജാവാരാണ്? ശ്രീമൂലം തിരുനാളാണ്. പണ്ഡിറ്റ് കറുപ്പന് നവരത്നമോതിരം സമ്മാനിച്ച തിരുവിതാംകൂർ രാജാവാരാണ്? ശ്രീമൂലം തിരുനാൾ. ഇന്ത്യ ഉലകത്തിലെ ഒരേയൊരു ജാതി താൻ, ഒരേയൊരു മതം താൻ, ഒരേയൊരു കടവുൾ താൻ എന്നഭിപ്രായപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാരാണ്? തൈക്കാട് അയ്യാഗുരു ആണ് കേട്ടോ. നാരായണ ഗുരുകുലം സ്ഥാപിക്കപ്പെട്ട സ്ഥലം ഏതാണ്? നീലഗിരിയാണ് നാരായണ ഗുരുകുലം സ്ഥാപിക്കപ്പെട്ട സ്ഥലം. സുധർമ്മ സൂര്യോദയ സഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവാരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. സുധർമ്മ സൂര്യോദയ സഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവാരാണ്? പണ്ഡിറ്റ് KP കറുപ്പൻ. കുമാരനാശാന്റെ അച്ചടിച്ച ആദ്യ കൃതി ഏതാണ്? സുബ്രഹ്മണ്യ ശതകം സ്തോത്രമാണ് കേട്ടോ. കുമാരനാശാന്റെ അച്ചടിച്ച ആദ്യ കൃതി ഏതാണ്? സുബ്രഹ്മണ്യ ശതക സ്തോത്രം. പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? കുമാരഗുരുദേവനാണ് പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. മലബാറിലെ കുടിയേറ്റ കർഷകർ നടത്തിയ മാപ്പിള ലഹള നടന്നത് എന്നാണ്? 1836 മലബാറിലെ കുടിയേറ്റ കർഷകർ നടത്തിയ മാപ്പിള ലഹള നടന്നത്. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ട ഏക മലയാളി ആരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ്. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ബാരിസ്റ്റർ GP പിള്ള. നെക്സ്റ്റ് നോക്കാം. കോഴഞ്ചേരി പ്രസംഗം നടത്തിയ നേതാവാരാണ്? C. കേശവനാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന നേതാവാരാണ്? K. കേളപ്പനാണ്. കേരള ഗാന്ധി K. കേളപ്പൻ. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ശ്രീനാരായണ ഗുരു ആണ് കേട്ടോ. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു. നിവർത്തന പ്രക്ഷോഭം നടന്നത് ഏത് വർഷമാണ്? 1932 നിവർത്തന പ്രക്ഷോഭം നടന്നത്. കുളി വിപ്ലവം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാരാണ്? കുമ്പളത്ത് ശങ്കുപിള്ള. കുളി വിപ്ലവം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാരാണ്? കുമ്പളത്ത് ശങ്കുപിള്ള. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. കേരളത്തിലെ ആദ്യ സാമൂഹിക പരിഷ്കർത്താവാരാണ്? തൈക്കാട് അയ്യാഗുരു. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് തൈക്കാട് അയ്യാഗുരു. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം യോഗക്ഷേമ സഭയിൽ അവതരിപ്പിച്ചത് ഏത് വർഷമാണ്? 1929. ക്രിസ്ത്യൻ മിഷണറിമാരുടെ മതം മാറ്റത്തെ എതിർത്ത സാമൂഹിക പരിഷ്കർത്താവാരാണ്? വൈകുണ്ഠസ്വാമികളാണ് കേട്ടോ. ഓർത്ത് വയ്ക്കുക. അതേപോലെ തന്നെ AR രാജരാജവർമ്മയുടെ നിര്യാണത്തെ തുടർന്ന് ആശാൻ രചിച്ച വിലാപ കാവ്യം ഏതാണ്? പ്രരോദനം. AR രാജരാജവർമ്മയുടെ നിര്യാണത്തെ തുടർന്ന് ആശാൻ രചിച്ച വിലാപ കാവ്യമാണ് പ്രരോദനം. ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിൻ്റെ തലേ ദിവസം അന്തരിച്ച നേതാവാരാണ്? ഡോക്ടർ P. പൽപ്പു ആണ്. കേരളത്തിലെ മൂന്നാമത്തെ പ്രസ്സായ സെൻറ്റ് ജോസഫ് പ്രസ് സ്ഥാപിച്ചവരാണ്? ചാവറയച്ചനാണ്. പുലയൻ മത്തായി എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാരാണ്? കുമാരഗുരു. ഓക്കെ, പുലയൻ മത്തായി എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാരാണ്? കുമാരഗുരു. വെങ്ങാനൂരിൽ ജനിച്ച സാമൂഹിക പരിഷ്കർത്താവാരാണ്? അയ്യങ്കാളിയാണ്. വെങ്ങാനൂരിൽ ജനിച്ച സാമൂഹിക പരിഷ്കർത്താവാരാണ്? അയ്യങ്കാളി. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് കേട്ടോ. ആത്മീയതയ്ക്കും ഭൗതികതയ്ക്കും തുല്യ പ്രാധാന്യം നൽകിയതാരാണ്? തൈക്കാട് അയ്യാഗുരു.
കുര്യാക്കോസ് ഏലിയാസ് ചാവറ അന്തരിച്ച ഏത് വർഷമാണ്? 1871 കുര്യാക്കോസ് ഏലിയാസ് ചാവറ അന്തരിച്ചത്. അയ്യങ്കാളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തതാരാണ്? ഇന്ദിരാഗാന്ധി. തൈക്കാട് അയ്യാഗുരുവിൻ്റെ യഥാർത്ഥ പേരെന്താണ്? സുബ്ബരായനാണ്. പ്രാർത്ഥനാഞ്ജലി എന്ന കൃതി രചിച്ച സാമൂഹിക പരിഷ്കർത്താവാരാണ്? വാഗ്ഭടാനന്ദനാണ് കേട്ടോ. ഓരോ പള്ളിയോടൊപ്പം ഒരു വിദ്യാലയം കൂടി വേണമെന്ന് പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവാരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. സഹോദരൻ അയ്യപ്പൻ വിപ്ലവങ്ങളുടെ മാർഗദർശി എന്ന കൃതി രചിച്ചതാരാണ്? പൂയപ്പള്ളി തങ്കപ്പനാണ് കേട്ടോ. സഹോദരൻ അയ്യപ്പൻ വിപ്ലവങ്ങളുടെ മാർഗദർശി എന്ന കൃതി രചിച്ചതാരാണ്? പൂയപ്പള്ളി തങ്കപ്പൻ. കിടങ്ങൂരിൽ ജനിച്ച സാമൂഹിക പരിഷ്കർത്താവാരാണ്? വി.ടി. ഭട്ടതിരിപ്പാടാണ്. ബോട്ട് യാത്രക്കിടയിൽ സവർണരാൽ വധിക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് കേട്ടോ. ബോട്ട് യാത്രക്കിടയിൽ സവർണരാൽ വധിക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അബ്രാഹ്മണർക്കും വേദം അഭ്യസിക്കാൻ അവകാശമുണ്ടെന്ന് അവകാശപ്പെട്ടത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ജാതി ചിന്തയ്ക്കെതിരെ ആശാൻ രചിച്ച കാവ്യമേതാണ്? ദുരവസ്ഥ. ഓർത്തു വയ്ക്കുക. മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ജാതി ചിന്തയ്ക്കെതിരെ ആശാൻ രചിച്ച കാവ്യമേതാണ്? ദുരവസ്ഥ. സ്തോത്രമന്ദാരം എന്ന കൃതി രചിച്ച സാമൂഹിക പരിഷ്കർത്താവാരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. സ്തോത്രമന്ദാരം. ഘോഷാ ബഹിഷ്കരണത്തിന് നേതൃത്വം നൽകിയതാരാണ്? മന്നത്ത് പത്മനാഭൻ. ഘോഷാ ബഹിഷ്കരണത്തിന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ. പണ്ഡിറ്റ് കെ കറുപ്പൻ കൊച്ചിയിലെ സ്റ്റേറ്റ് കൗൺസിൽ അംഗമായ വർഷം ഏതാണ്? 1925. അയിത്തം അറബിക്കടലിൽ തള്ളേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവാരാണ്? ചട്ടമ്പി സ്വാമികളാണ്. തിരുവിതാംകൂർ രാഷ്ട്രീയത്തിലെ കിങ് മേക്കർ എന്ന് വിശേഷിക്കപ്പെട്ടത് ആരെയാണ്? കുമ്പളത്ത് ശങ്കുപിള്ള കേട്ടോ. തിരുവിതാംകൂർ രാഷ്ട്രീയത്തിലെ കിങ് മേക്കർ എന്ന് വിശേഷിക്കപ്പെട്ടത് ആരെയാണ്? കുമ്പളത്ത് ശങ്കുപിള്ള. മുടിചൂടും പെരുമാൾ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാരാണ്? വൈകുണ്ഠസ്വാമികളാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. മുടിചൂടും പെരുമാൾ എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികളാണ്. വീണപൂവ് പ്രസിദ്ധീകരിച്ച ഏത് വർഷമാണ്? 1907 വീണപൂവ് പ്രസിദ്ധീകരിച്ചത്. നെക്സ്റ്റ് നോക്കാം. വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും എന്ന കൃതി രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരാണ്? വി.ടി. ഭട്ടതിരിപ്പാട്. വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും വി.ടി. ഭട്ടതിരിപ്പാട്. പ്രത്യക്ഷ രക്ഷ ദേവസഭയുടെ ആസ്ഥാനം എവിടെയാണ്? ഇരവിപെരൂരാണ് കേട്ടോ. പ്രത്യക്ഷ രക്ഷ ദേവസഭയുടെ ആസ്ഥാനം എവിടെയാണ്? ഇരവിപെരൂർ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് അഭിപ്രായപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാരാണ്? സഹോദരൻ അയ്യപ്പൻ. ഇമ്പോർട്ടൻ്റ് ആണ്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് അഭിപ്രായപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാരാണ്? സഹോദരൻ അയ്യപ്പൻ. കലിയുഗത്തിൽ നിന്ന് ധർമ്മയുഗത്തിലേക്കുള്ള മാറ്റത്തിന് ശ്രമിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരാണ്? വൈകുണ്ഠസ്വാമികളാണ് കേട്ടോ. കലിയുഗത്തിൽ നിന്ന് ധർമ്മയുഗത്തിലേക്ക് മാറ്റത്തിന് ശ്രമിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരാണ്? വൈകുണ്ഠസ്വാമികൾ. നെക്സ്റ്റ് നോക്കാം. ആദ്യ ഭാഷ എന്ന കൃതി രചിച്ച സാമൂഹിക പരിഷ്കർത്താവാരാണ്? ചട്ടമ്പി സ്വാമികളാണ്. മലബാർ എക്കണോമിക് യൂണിയൻ എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവാരാണ്? ഡോക്ടർ പി പൽപു. ഓർത്തു വയ്ക്കുക. മലബാർ എക്കണോമിക് യൂണിയൻ ആരുടെയാണ്? ഡോക്ടർ പി പൽപു. പൊതുവഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അയ്യങ്കാളി നയിച്ച സമരം ഏതാണ്? എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. വില്ലുവണ്ടി സമരമാണ്. പൊതുവഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അയ്യങ്കാളി നയിച്ച സമരം. കുമാരൻ ആശാന് മഹാകവി പട്ടം നൽകി ആദരിച്ച യൂണിവേഴ്സിറ്റി ഏതാണ്? മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ. പിന്നെ തൈക്കാടയ്യ ഗുരുവിൻ്റെ ശിഷ്യനായിരുന്ന തിരുവിതാംകൂർ രാജാവാരായിരുന്നു? സ്വാതി തിരുനാളാണ്. തൈക്കാടയ്യ ഗുരുവിൻ്റെ ശിഷ്യനായിരുന്ന തിരുവിതാംകൂർ രാജാവാരായിരുന്നു? സ്വാതി തിരുനാൾ. ചട്ടമ്പി സ്വാമിയും സ്വാമി വിവേകാനന്ദനും തമ്മിൽ കണ്ടുമുട്ടിയ സ്ഥലം ഏതാണ്? എറണാകുളമാണ്. പിന്നെ ദരിദ്ര സേവയാണ് ഈശ്വര സേവ എന്ന് പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവാരാണ്? ആനന്ദ തീർത്ഥനാണ്. ഓക്കെ. ദരിദ്ര സേവയാണ് ഈശ്വര സേവ എന്ന് പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവാരാണ്? ആനന്ദ തീർത്ഥൻ. അയ്യത്താൻ ഗോപാലൻ രൂപീകരിച്ച സംഘടന ഏതാണ്? അയ്യത്താൻ ഗോപാലൻ സുഗുണവർദ്ധിനി. ഓർത്തു വയ്ക്കുക. അയ്യത്താൻ ഗോപാലൻ സുഗുണവർദ്ധിനി. മഹാകാവ്യം എഴുതാതെ മഹാകവിയായത് കുമാരനാശാൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. തീർന്നിട്ടില്ല കേട്ടോ. ഇനിയും ഒരു 100 ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അത് തീർച്ചയായിട്ടും ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.